മുണ്ടക്കൈ പാക്കേജിൽ ലഭിച്ച എല്ലാ തുകയും സമാഹരിച്ച് പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. എല്ലാവരെയും സംയോജിപ്പിച്ചുള്ള പുനരധിവാസമാണ് ലക്ഷ്യം. ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ 712 കോടി ലഭിച്ചു. 1000 ചതുരശ്ര അടിയിൽ 30 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിക്കുക. ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലാണ് വീട് നിർമ്മാണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്രകാരം 17/1/2025 വരെ 712 കോടി 98 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട്. ലഭ്യമായ തുക ദുരിതബാധിതർക്കായി വിനിയോഗിച്ചു വരുന്നു. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസവും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാംഘട്ട ലിസ്റ്റിലും വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ രണ്ടാംഘട്ട ലിസ്റ്റിലും ഉൾപ്പെടുത്തി ഒരുമിച്ച് പുനരധിവാസം നടപ്പാക്കും. നിർദ്ദിഷ്ട ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ അനുവദിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്.